കേരള കോൺഗ്രസുകാർ തമ്മിൽ ഏറ്റുമുട്ടിയ കോട്ടയത്ത് യുഡിഎഫിന് വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് സിറ്റിംഗ് എംപി തോമസ് ചാഴിക്കാടനെ 87,266 വോട്ടുകൾക്ക് മലർത്തിയടിച്ചു. നില മെച്ചപ്പെടുത്തി എൻഡിഎ. മുന്നണി മാറി ഇടത്തോട്ട് ചാഞ്ഞിട്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രക്ഷയില്ല. മാണിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന കോട്ടയത്ത് അടിപതറി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിലൂടെ യുഡിഎഫിന് മിന്നും വിജയം. 43% വോട്ടുകൾ നേടിയാണ് ഫ്രാൻസിസ് ജോർജ് വിജയിച്ചത്. വിജയം യുഡിഎഫിന്റേതാണെന്നും മണ്ഡലം നിലനിർത്തിയെന്നും ഫ്രാൻസിസ് ജോർജ്. ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ്. അപ്പൊ ആ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വിജയത്തെ വളരെ വിനയത്തോടു കൂടി സ്വീകരിക്കുന്നു. ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ അങ്ങേയറ്റം വിനയത്തോടു കൂടി സ്വീകരിച്ച് ജനങ്ങൾക്കും ഈ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിക്കും. സിറ്റിംഗ് എംപി ആയിരുന്ന തോമസ് ചാഴിക്കാടന്റെ പ്രകടനം 33% ഒതുങ്ങി. വൈക്കത്ത് മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. പിറവവും കോട്ടയവും പാലായും ഏറ്റുമാനൂരും പുതുപ്പള്ളിയും കടുത്തുരുത്തിയും UDFനൊപ്പം നിന്നു. ജനങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും തീരുമാനമെടുക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു, അതിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി വേർപ്പൊഴുക്കിയ പരിശ്രമിച്ച മുഴുവൻ ആളുകളോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പരാജയത്തോടെ ഇടതുമുന്നണിയിൽ മാണി വിഭാഗത്തിന്റെ ശക്തി തകർന്നു. ജോസ് കെ മാണി പ്രതീക്ഷിക്കുന്ന രാജ്യസഭാ സീറ്റിനെയും ഇത് ബാധിച്ചേക്കും. ഒരു കേരള സംസ്ഥാനത്ത് UDFന്റെ വലിയൊരു ട്രെൻഡുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ദേശീയ രാഷ്ട്രീയമാണ് വിലയിരുത്തുന്നത്. ആ ദേശീയ രാഷ്ട്രീയം നോക്കിയാണ് കേരളത്തിൽ എപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. ഏറ്റവും പ്രധാനമായും കേന്ദ്രത്തിന് BJP അധികാരത്തിന് താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. ആ ഇന്ത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആ കേന്ദ്രത്തിൽ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതനുസരിച്ച് കേരളത്തിലും അതിന്റെ പ്രതിഫലിച്ചിട്ടുണ്ട്. ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം വോട്ടുകൾ പോയി. ഇടതു വലതു മുന്നണികളുടെയും വോട്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ നില മെച്ചപ്പെടുത്തിയത് NDA മാത്രമാണ്. 2019 നിന്ന് 10,000-ലധികം വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളി നേടി. ജനം, കോട്ടയം.